ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ അതാ ഇന്ന് നല്ലൊരു പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രത്തിലോട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ്. ആ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഫുള്ള് തിക്കായിട്ട് തന്നെ ഒരു 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ആ സെയിം അളവിൽ തന്നെ ഒരു 2 ഗ്ലാസ് റവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് നമ്മളെ സോഡ പൊടി ഉണ്ടല്ലോ, അപ്പസോഡ, അത് 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ വീട്ടിലുള്ള ഏലക്കായ ഉണ്ടല്ലോ, ഒരു 5ഓ 6ഓ, നമുക്ക് എങ്ങനെയാണ് ഏലക്കായൻ്റെ ടേസ്റ്റ് അത് അതിനനുസരിച്ച് എടുത്തിട്ട് ഒരു 3 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കേട്ടോ. അത് പൊടിച്ചെടുക്കുമ്പോൾ ഏലക്കായൻ്റെ കൂരും അതിൻ്റെ ആ തൊലിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനേ. അപ്പോഴേക്കും ആ സമയം കൊണ്ട് ഇവിടെ ഒരു 250 ഗ്രാം അച്ചുവെള്ളം, അതായത് ശർക്കര അച്ചി എടുത്തിട്ട് ഒന്ന് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ശർക്കരപ്പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പത്തിലേക്ക് കൂടുതൽ ചൂട് വേണ്ട കേട്ടോ. ശർക്കരപ്പാനി ഒരു ഇളം ചൂട് ഉള്ള ശർക്കരപ്പാനി ഈ നമ്മൾ റവേൻ്റെയും മൈദയുടെ മിക്സിയിലോട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊരു കയ്യിൽ വെച്ചിട്ട് കട്ടയില്ലാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. തീരെ കട്ട പാടില്ല. റവയും മൈദയും ഈ കോഴിമുട്ട എല്ലാ മിക്സും കൂടി ചേർത്തിട്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കൊരു പാൻ ചൂടായാൽ നമ്മൾ ഇതുണ്ടല്ലോ മിൽമ നെയ്യ്, വെളിച്ചെണ്ണ എടുക്കുക. അതൊരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ ഇടയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും കുറച്ച് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, അത് രണ്ടും കൂടി ഒന്ന് മിൽമ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ മിൽമ നെയ്യാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് രണ്ടും സെയിം വേവായത് കൊണ്ട് തന്നെ ഒരു ബ്രൗൺ കളറാവുന്നവരെ രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതാ നമ്മൾ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു 2 സ്പൂണ് കരിഞ്ജീരകവും കൂടി അതിലേക്ക് ആ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ഈ ബദാമും തേങ്ങാക്കൊത്തും നെയ്യും എല്ലാം കൂടി അതും കൂടി ഈ മിക്സിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. അതല്ല കുറച്ച് സമയം ഒന്ന് 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മിക്സൊക്കെ നന്നായിട്ട് റവ കട്ടിയായി വന്നിട്ടുണ്ട്. റവ ഇത്രയും ഇരിക്കും തോറും അതിങ്ങനെ കട്ടിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാ വെള്ളം ചേർക്കേണ്ട. നമ്മൾ അതിൽ നിന്ന് ആ ശർക്കരപ്പാനിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്ന് ഈ റവ കട്ടിയാവും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ബാറ്റർ ഉണ്ടല്ലോ, അതിനനുസരിച്ച് ആക്കിയെടുക്കണം. നമ്മൾ വെള്ളപ്പത്തിൻ്റെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ ഇതിങ്ങനെ കുറേശ്ശെ നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ ലൂസാക്കില്ല ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടണം കേട്ടോ. അപ്പോൾ എന്താണ് ഇത് കൂടുതൽ ഇങ്ങനെ തിക്കായി വരും. ഇരിക്കും നേരം ഇതിങ്ങനെ തിക്കായി കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ശർക്കരപ്പാനി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. സാധാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോവേ. ഉണ്ണിയപ്പം ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ. അപ്പോഴേക്കും ഇതാ നമ്മൾ ചട്ടിയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ. അതിലേക്ക് നമ്മൾ നല്ലോണം ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുക്കാൻ മതി കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഉണ്ണിയപ്പം എപ്പോഴും ഉണ്ടാക്കുന്ന എൻ്റെ ഒരു എന്താ പറയുക മാസ്റ്റർ പീസ് റെസിപ്പി എന്ന് തന്നെ പറയാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ചട്ടിയിൽ നിന്നൊക്കെ നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ചില ഉണ്ണിയപ്പ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് മറിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ പറയുക ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അതെപ്പോഴും ഇങ്ങനെ ചുട്ട് ചട്ടിക്ക് ഒരു മയം വരുമല്ലോ, അങ്ങനെ ആയിരിക്കണേ. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള കിഡിലും ടേസ്റ്റുള്ള ഒരു ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കി. ഒരുപാട് ആളുകൾക്ക് ഈ റെസിപ്പി അറിയുന്നുണ്ടാവും, എങ്കിലും എന്താ പറയുക ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം പിന്നെ പച്ചരി വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാറേ ഇല്ല. ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും, അന്ന് വരെ ഇത് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.